അദ്ദേഹം ആ ഒരൊറ്റ പടത്തിനകത്ത് 50 ലക്ഷം രൂപ അടിച്ചു മാറ്റി. ഒരു പടം കൊണ്ട് അവൻ 50 ലക്ഷം രൂപ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ 5 പടം പോട്ടെ, ഒരാളെ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ പക്ഷെ പിന്നെ നമ്മൾ അധികം അവർ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഞാൻ വന്നേക്കുന്നത് ഇന്നലെ എന്നെ ഒരു പ്രൊഡ്യൂസർ വിളിച്ചിട്ട് ഈ 2025 ലാസ്റ്റ് 2026 ഒരു പടം ഇറങ്ങി. ആ പടത്തിന്റെ പേര് പറയുന്നില്ല, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ കേട്ടോ. ഈ പടത്തിനകത്ത് ആ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ വ്യക്തി ഒരു കൺട്രോളർ ആയിരുന്നു. ഈ കൺട്രോളർ ഇതിനു മുന്നേ വലിയ നമുക്കെല്ലാം അറിയാൻ പറ്റുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു കൺട്രോളറായിരുന്നു. ഈ പുള്ളിക്കാരെ 3-4 പടം ചെയ്തപ്പോഴത്തേക്ക് അത് പോട്ടെ. അപ്പൊ ആ ഒരു കാര്യം പറഞ്ഞുതരാം. ആ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഏറ്റവും സൂപ്പർ ഒരു നല്ലൊരു സ്റ്റാറിന് വെച്ചിട്ട് ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് എല്ലാം നല്ല അടിപൊളി പടമാണ്, നമുക്കെല്ലാം ഇഷ്ടപ്പെടുന്ന നല്ല കിടുക്കാച്ചി പടം, അത്ര പെർഫോമൻസ് വെച്ച് നല്ല സ്റ്റാർ, നല്ല മാസ് പടം. ഈ പടത്തിനകത്ത് ഇദ്ദേഹം ആ ഒരൊറ്റ പടത്തിനകത്ത് 50 ലക്ഷം രൂപ അടിച്ചു മാറ്റി. ആ 50 ലക്ഷം രൂപയ്ക്കകത്ത് കേസ് കൊടുത്തു, പ്രൊഡ്യൂസർ കേസ് കൊടുത്ത് ആ കേസൊക്കെ ആയി. ആ കേസൊക്കെ ഇപ്പൊ എന്തോ രീതിയിലേക്ക് സെറ്റിൽമെന്റ് ആയതെന്ന് അറിയില്ല. അന്ന് അടിച്ച് പുറത്താക്കിയതാണ്. ഈ പുള്ളിക്കാരൻ പിന്നെ ഓരോരോ നമ്മളെ കാണുമ്പോഴൊക്കെ പടത്തിന്റെയൊക്കെ ഞങ്ങൾക്ക് ഒരു പടം തരുമോ, പ്രൊഡക്ഷനെ ഓരോ കഥയൊക്കെ പറയാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ഉടായ്പായതാണ് നമ്മൾ അത് ചിരിച്ചു തള്ളിയത്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു പ്രൊഡ്യൂസറിനെ ഇന്നലെ വിളിക്കാൻ ഇടയുണ്ടായപ്പോൾ ആ പ്രൊഡ്യൂസർ എൻ്റെ കുറച്ച് കാര്യം പറഞ്ഞു. ആദ്യം ഇവരും രണ്ടുപേരൂടെ കൂടിയിട്ട്, അത് ഡയറക്ടറും ഈ കൺട്രോളർ കൂടി പ്രൊഡ്യൂസറായിട്ട് പിന്നെ ഒരു പടം നിർമ്മിച്ചു. ആ പടത്തിനകത്ത് യഥാർത്ഥ പ്രൊഡ്യൂസർ വന്നേക്കുന്നത്, ആ പ്രൊഡ്യൂസർ വെച്ചാൽ അഭിനയമോഹിയാണ്, അദ്ദേഹം വന്നു അഭിനയിച്ചു. അദ്ദേഹത്തിന് ഇപ്പൊ ഇവരുടെ റെമ്യൂണറേഷൻ ഇതിന്റെ കോ പ്രൊഡ്യൂസിങ് ആക്കാന്ന് പറഞ്ഞു, അങ്ങനെ ആക്കിയതാണ്. പക്ഷെ പടം ഇറങ്ങിയപ്പോഴത്തേക്ക് ഈ പൈസ ഇറക്കിയ ആൾ കോ പ്രൊഡ്യൂസറും മറ്റു ആൾക്കാർ പ്രൊഡ്യൂസറുമായി. അപ്പൊ അതിനകത്ത് കുറെ പൈസ ആ പടത്തിന്റെ പൈസ ചോദിച്ചപ്പോൾ 5 CR ആണ് ഒറ്റ ലൊക്കേഷനേ ഉള്ളൂ. അത് ഞാൻ പറയുന്നില്ല അതിന്റെ. അപ്പൊ ഇന്നലെ അത് ഇത് പറയാതിരിക്കാനും പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാധനം ഇന്നലെ ഞാൻ കേട്ട്. അപ്പൊ ആ കൺട്രോളർ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്, പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അതിന് മുന്നേ ഒരു വേറെ ചരിത്രം കൂടിയിട്ടുണ്ട്. അത് വേറെ അവസരത്തിൽ അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കുവാൻ അടുത്ത് പറയാനെങ്കിൽ ഞാൻ അത് പേരുൾപ്പെടെ ഞാൻ പറയും. അപ്പം ഇങ്ങനെയുള്ള ഒരു സംഭവമുണ്ട്. ഈ കൺട്രോളർമാർ എങ്ങനെ പ്രൊഡ്യൂസർമാരാവുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സാധനമാണ് ഈ പറഞ്ഞത്. മൂഞ്ചിക്കുക, ഓമ്പിക്കുക. ആ പ്രൊഡ്യൂസർ ഒറ്റ പടം കൊണ്ട് അവൻ 50 ലക്ഷം രൂപ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ 5 പടം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥ. അതും ഈ പ്രൊഡക്ഷൻ കമ്പനിയുടെ പറഞ്ഞാൽ അത്രയ്ക്കും വലിയൊരാളാണ്. അദ്ദേഹത്തിന് സിനിമയെ കുറിച്ച് അറിയാത്തതായിട്ട് ഒന്നും ഇല്ലാതാനും. എന്ന് വെച്ചാൽ അത്രയും വലിയ ടാലന്റ് നിൽക്കുന്ന ആളെ പോലെ ഇവന്മാര് ഒരു കാര്യം. അദ്ദേഹം ഓരോരോ പടങ്ങൾ ഇങ്ങനെ ഓൺ ആക്കിയതിന്റെ തിരക്കിനകത്ത് കാര്യം വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു പമ്പോട്ട് ഒരാളെ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാല് പക്ഷെ പിന്നെ നമ്മൾ അധികം അവർ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി എന്നെ പറ്റിച്ചാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് പുള്ളിക്കാരന്റെ തെറ്റല്ല. ആ പ്രൊഡ്യൂസർ അത്രയ്ക്കും കണ്ണിങ് ആണ്. ഇന്ന് അറിയപ്പെടുന്ന ടോപ്പ് ഒരു 5 പ്രൊഡ്യൂസർമാരെ എടുത്ത അതിനകത്ത് ഒരാളാണ്. അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പൊ അടിച്ച് പുറത്താക്കി, കേസൊക്കെ കൊടുത്തിട്ട് അവസ്ഥ ഊഹിച്ചു നോക്കാം. അദ്ദേഹത്തിന് നിലവാരവും കാര്യങ്ങളും ഉള്ളതിന്റെ പേര് പബ്ലിസിറ്റിയോ കാര്യങ്ങളൊന്നും ആക്കിയില്ല. അതുകൊണ്ട് അതങ്ങനെ പോയി. പക്ഷെ ഞാൻ പറഞ്ഞാണ് അദ്ദേഹം ഇപ്പം ഈ ലാസ്റ്റ് നിമിഷം ഇപ്പൊ 4-5 മാസം മുമ്പേ ഉള്ളൊരു സിനിമയുടെ ഡയറക്ടർ ഇന്നലെ എൻ്റെ അടുത്ത് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് വിളിച്ച് ഫോൺ ചെയ്ത് ഞാൻ പറഞ്ഞപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. ഞാനായിരുന്നു യഥാർത്ഥ പ്രൊഡ്യൂസർ. എന്നെ അവര് പൈസ എല്ലാം ഇറക്കി സിനിമ ഇറങ്ങാൻ നേരത്ത് എന്നെ കോ പ്രൊഡ്യൂസറും അവര് പ്രൊഡ്യൂസർ ആയിരുന്നു. അപ്പൊ അതാണ് ഒരു കാര്യം. അപ്പൊ ഓക്കെ, ബൈ.